എമ്പുരാൻ സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരു സെൻസർ ബോർഡ് വിവാദമാക്കിയ ഒരു സിനിമയാണ് ഇപ്പോൾ JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതിലെ പ്രധാന പ്രശ്നം നേരത്തെയുള്ള ചർച്ചകളിലൊക്കെ പറഞ്ഞിരുന്നു, ജാനകി എന്നുള്ളൊരു പേരാണ് ഇപ്പോഴത്തെ വിഷയമായി വന്നിരിക്കുന്നത്. എമ്പുരാൻ സിനിമ സെൻസർ ചെയ്യാതെ അത് വിട്ട് ഈ പറഞ്ഞ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പേര് കാണുകയും വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ വഴിതിരിച്ച് വിടുകയൊക്കെ ചെയ്ത ഒരു സിനിമയാണ് എമ്പുരാൻ. അതിലെ കലാപവും പല ക്രൂരമായിട്ടുള്ള പല കാര്യങ്ങളും മാർക്കും ഉൾപ്പെടെയുള്ള സിനിമകൾ അതൊന്നും സെൻസർ ചെയ്യാതെ വരുന്ന ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ പാർലമെൻറ്റിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായ ഒരു സിനിമയായിരുന്നു എമ്പുരാൻ. ആ ഒരു ഘട്ടത്തിൽ എത്തിയതുകൊണ്ടായിരിക്കും സെൻസർ ബോർഡ് കുറച്ചുകൂടി രൂക്ഷമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യഗൗരവത്തോടു കൂടി തന്നെ ഓരോ സിനിമകളെയും കാണുന്നത്. അതോ ഇനി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയോട് മാത്രമാണോ സെൻസർ ബോർഡിന് ഇത്ര അഭിപ്രായ വ്യത്യാസം എന്നുള്ളതും അറിയാൻ പറ്റുന്നില്ല. ഏതായാലും ഈ ഒരു സിനിമ നമുക്ക് കാണാത്തത് കൊണ്ട് അതിനെ കൂടുതൽ വിലയിരുത്താനും വയ്യ. എന്തുകൊണ്ടാണ് ജാനകി എന്ന പേര് മാറ്റണമെന്ന് സെൻസർ ബോർഡ് പറഞ്ഞത് എന്നുള്ളത് അറിയില്ല. കാരണം ആ സിനിമ കണ്ടാലേ നമുക്കും പറയാൻ പറ്റൂ ഈ ജാനകി എന്ന പേര് സീതാദേവിയുടെ പേരാണ് ജാനകി എന്ന്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു മതത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള എന്തോ അതിലുണ്ടായിരിക്കുക ആ സിനിമയിൽ. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മലയാള സിനിമകളിലും ഹിന്ദി സിനിമകളിലും തമിഴ് സിനിമകളിലും അല്ലേ ഹിന്ദു ദേവിമാരുടെ അല്ലെ ദേവന്മാരുടെ പേരുകളൊക്കെ ഓരോ കഥാപാത്രങ്ങൾക്കും ഉണ്ട്. കാരണം കഥാപാത്രങ്ങൾ ക്രിസ്ത്യാനിയായ കഥാപാത്രമുണ്ട്, ഹിന്ദുവായ മുസ്ലിമായ അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർക്കൊക്കെ പേരിടുന്നത് ദൈവതുല്യമായിട്ടുള്ള പേരുകളാണ് ഇടുന്നത്. അപ്പം ഒരു പക്ഷേ ജാനകി എന്ന പേരായിരിക്കത്തില്ല, ഒരു പക്ഷേ ജാനകി എന്ന പേരിലൂടെ എന്തോ ആ സിനിമയുടെ പിന്നിലുണ്ട്. അതില്ലാതെ സെൻസർ ബോർഡ് ഇത്രയധികം കർശനമായിട്ട് ഈ ഒരു പേര് മാറ്റണം, മാത്രമല്ല സെൻസർ ബോർഡ് റിവൈസിങ് കമ്മിറ്റി പോലും ഇത്തരത്തിൽ ഈ പേര് മാറ്റണം എന്ന ഒരു നിർദ്ദേശവുമായി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒന്നുണ്ട്. ഇതിൽ സുരേഷ് ഗോപിയാണ് നായകനായിട്ട് വരുന്നത്. അപ്പോൾ സുരേഷ് ഗോപി നായകനാകുന്ന ഈ സിനിമയിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇടപെട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. എന്നാൽ അദ്ദേഹം മൗനമായിട്ടിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ മോഹൻലാലിൻ്റെ രൂപവും ഭാവവും ഒക്കെ നമ്മൾ കണ്ടതാണ്. മൗനമായിട്ട് ഒറ്റ പോക്കാണ് പോയത്. അദ്ദേഹത്തിന് ആ നിമിഷം തന്നെ മനസ്സിലായിരുന്നു എന്തോ ഇത് സംഭവിക്കാൻ പോകുന്നു, ഇത് ശരിയല്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. അത് അപ്പോൾ തന്നെ പല യൂട്യൂബ് ചാനലിലും അത് അപ്പോൾ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നീട് അത് പുറത്താവുകയൊക്കെ ചെയ്തിരുന്നു. മോഹൻലാൽ അതിനെ ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു. പൃഥ്വിരാജ് ക്ഷമാപണം നടത്തിയില്ലെങ്കിലും മുരളി ഗോപി നടത്തിയില്ലെങ്കിലും ബോധമുള്ള അല്ലെങ്കിൽ കല എന്താണെന്ന് കലയെ സ്നേഹിക്കുന്ന സിനിമയെ സ്നേഹിക്കുന്ന ലാലേട്ടൻ അതിൻ്റെ ക്ഷമാപണം നടത്തിയിരുന്നു. കാരണം കലയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്കേ അറിയത്തുള്ളൂ കലയിൽ മദ്യം ചേർത്താൽ, വെള്ളം ചേർത്താൽ, വിഷം ചേർത്താൽ എന്താവും എന്നുള്ളൊരവസ്ഥ. കല എന്ന് പറയുന്ന മനുഷ്യനെ എപ്പോഴും രസിപ്പിക്കുന്നത്, സന്തോഷിപ്പിക്കുന്നത്, സമാധാനിപ്പിക്കുന്നത്, നല്ല ആശയങ്ങൾ, നല്ല ഈ പറഞ്ഞതുപോലെ നല്ല ഒരു കഥ അല്ലെങ്കിൽ നല്ലൊരു പാഠം മനുഷ്യനെ പഠിപ്പിക്കുന്നതായിരിക്കണം. അല്ലാത്തതൊന്നും കലയല്ല എന്നുള്ളതാണ്. എന്തായാലും സമൂഹത്തിലെ ഉന്നതിക്കും അതിനെ തളർത്തിയിടാനും ഒരു കലയ്ക്ക് പറ്റും. ഏതായാലും ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയിലെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നിലവിൽ ഇതുവരെ അത് മൗനം ഭജിക്കുകയാണ് ചെയ്തത്. ഇതുവരെ അതുമായിട്ട് യാതൊരു പരാമർശവും അല്ലെങ്കിൽ യാതൊരു പ്രസ്താവനയും അദ്ദേഹം നടത്തിയിട്ടില്ല. അത് ഈ പിന്നണിയിൽ പ്രവർത്തിക്കുന്നത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നത്. ഏതായാലും ജാനകി എന്ന പേരിലല്ല, ജാനകി എന്ന കഥാപാത്രം ആ സിനിമയുമായി ബന്ധപ്പെട്ട ഏതോ ഒരു കാര്യം അത് സെൻസർ ബോർഡിന് അത്ര രസിച്ചില്ല, അല്ലെങ്കിൽ അവർക്ക് കാര്യമായിട്ടുള്ള എന്തോ അത് കണ്ടെത്തിയത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ കട്ട് ചെയ്യുന്നത്. എന്തായാലും അത് വരും ദിവസങ്ങൾ ഒരുപക്ഷെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ പുറത്തു വരുമ്പോൾ ആ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് സെൻസർ ബോർഡ് ഇത്തരത്തിലുള്ള തീരുമാനം എത്തിയത് എന്നുള്ളത് അപ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. എന്തായാലും പുറമേ നിന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഈ ജാനകി എന്ന് പറയുന്ന പേരാണ് പ്രശ്നം, ആ പേര് മാറ്റണം, അല്ലാതെ സിനിമ പ്രദർശിപ്പിക്കത്തില്ല. ഏതായാലും ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ കടുത്ത ആശങ്കയിലാണ്. ഇതിപ്പോൾ പുറത്ത് പറയുന്ന നമുക്കറിയാം ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനാണ് ഇത്തരത്തിൽ ആദ്യമേ ഈ ഒരു കാര്യം മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. ഇപ്പം ഈ നിർമ്മാതാക്കളുടെ ഈ പ്രശ്നവും ഇപ്പോൾ വീണ്ടും ബി ഉണ്ണികൃഷ്ണൻ വീണ്ടും മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് ഉണ്ണികൃഷ്ണൻ ഇത്രയും ആശങ്ക എന്നുള്ളതും ഇതിൽ നിന്ന് മനസ്സിലാകുന്നില്ല. മറ്റൊരു സിനിമയിലേക്കും ഇല്ലാത്ത ഒരു പ്രത്യേക സ്നേഹം ഉണ്ണികൃഷ്ണൻ ഈ സിനിമയോടുണ്ട്, അതും മനസ്സിലാകുന്നില്ല. ഏതായാലും ഈ
നമ്മുടെ ഈ സെൻസർ ബോർഡ് ഈ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. സെൻസർ ബോർഡ് ഇതിൻ്റെ ഇത് തീരുമാനം മാറ്റാതെ തന്നെ നിൽക്കുകയാണ്. അതേപോലെ തന്നെ ജാനകി എന്ന ടൈറ്റിൽ ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങൾ മാറ്റണമെന്ന ഈ ഒരു വാദം ഇതിൻ്റെ ഈ സിനിമയുടെ നിർമ്മാതാക്കളോ ഒന്നും തന്നെ അവരും സ്വീകരിക്കുന്നില്ല. അവരും അതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. പേര് മാറ്റാതെ പ്രദർശനാനുമതി നൽകില്ല എന്നുള്ളതാണ് ഇപ്പോൾ സെൻസർ ബോർഡും അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ചിത്രത്തിൻ്റെ കഥാപാത്രത്തിൻ്റെയും പേരിൽ ജാനകി മാറ്റാൻ റിവൈസിംഗ് കമ്മിറ്റിയും ആവശ്യപ്പെട്ടെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകളൊക്കെ. അതും ഈ സിനിമയുടെ സംവിധായകനാണ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. പ്രദർശനാനുമതി നൽകാത്ത ചൂണ്ടിക്കാട്ടി സിനിമയുടെ അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. റിവൈസിംഗ് കമ്മിറ്റി ചിത്രം വീണ്ടും കണ്ട് വിലയിരുത്താൻ തീരുമാനിച്ചെന്നാണ് സെൻസർ ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചത്. ഇപ്പോൾ വീണ്ടും ഈ സിനിമ കണ്ടിട്ട് അതിനെ വിലയിരുത്തും, ഈ പേര് മാറ്റണോ വേണ്ടായോ എന്നുള്ളത് വിലയിരുത്തും എന്നുള്ളതാണ്. എന്തായാലും സെൻസർ ബോർഡിൻ്റെ ഈ തീരുമാനം എന്താണെന്ന് നമുക്കറിയില്ല. അത് നല്ലതിനാണെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ എമ്പുരാൻ സിനിമ പോലെ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ജനങ്ങളുടെ ഇടയിൽ, രാഷ്ട്രീയക്കാരുടെ ഇടയിൽ. പരസ്പരം തമ്മിലടിക്കുന്ന, പരസ്പരം പോരടിക്കുന്ന, വീണ്ടും എന്തിനെയൊക്കെ കുത്തി നോവിച്ച് കുത്തി എടുത്തുകൊണ്ടുവന്ന് അത് വികൃതമാക്കിക്കൊണ്ട് മനുഷ്യരെയും വളർന്നു വരുന്ന കുട്ടികളുടെയൊക്കെ ഇടയിൽ വലിച്ചിട്ടെറിഞ്ഞ ഡയറക്ടർ പൃഥ്വിരാജ്, കഥാകൃത്ത് മുരളി ഗോപിയൊക്കെ അവരുടെ ആ സിനിമയുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് സെൻസറിംഗ് ബോർഡ് ആകെ പേടിച്ചിരിക്കുകയാണ്. കാരണം അത്രയേറെ ഇന്ത്യ മുഴുവനും ഒന്ന് കുലുക്കാൻ ഈ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വരുന്ന സിനിമകളൊക്കെ നന്നായിട്ട് വിലയിരുത്തി നന്നായിട്ട് നോക്കിയും കണ്ടൊക്കെ ആയിരിക്കും അവർ പുറത്ത് വിടുന്നത്. ഇപ്പം ജാനകി എന്ന ഈ ഒരു കഥാപാത്രമാണോ, അല്ലെങ്കിൽ ആ പേര് എന്ന് പറയുമ്പോഴും ഒരിക്കലും പേരങ്ങനെ ഒരു സെൻസറിങ് ചെയ്ത് കളയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളയേണ്ട കാര്യമില്ല. പക്ഷെ ആ പേരിനോട് ചേർന്നിരിക്കുന്ന കഥാപാത്രവും അല്ലെങ്കിൽ ആ കഥാതന്തുവും അല്ലെങ്കിൽ ആ കഥയിലെ എന്തോ ഒരു സംഗതികളൊക്കെ ഒരു പക്ഷെ മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എന്തോ ഒരു പ്രശ്നം അതിലുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അത് കട്ട് ചെയ്തത്. എന്തായാലും വരും ദിവസങ്ങളെ നമുക്കത് അറിയാൻ പറ്റൂ. ഇത്തരത്തിലുള്ള സിനിമകൾ ഒരു കണക്കിന് സെൻസറിംഗ് ബോർഡ് കുറച്ച് നല്ല രീതിയിൽ അത് എടുക്കുന്നത് നല്ലതാണ്. എന്നാൽ അനാവശ്യമായിട്ടുള്ള കൈകടത്തലുകളാണെന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കൈകടത്തലുകൾ തന്നെയാണ്. അത് അത്ര നല്ല ശീലമല്ല സെൻസറിംഗ് ബോർഡിന്. ഇതിനെതിരെ ഒരുപാട് രാഷ്ട്രീയക്കാരൊക്കെ പ്രതികരിക്കുന്നുണ്ട്. സെൻസറിംഗ് ബോർഡ് കമ്മിറ്റിയിലൊക്കെ ഇരിക്കുന്നത് BJP പ്രവർത്തകരായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ജാനകി എന്ന് പറയുന്ന കഥാപാത്രത്തിന് വേണ്ട, അങ്ങനെയാണെങ്കിൽ നാളെ ഉണ്ണികൃഷ്ണൻ എന്നും ശിവൻകുട്ടി എന്നും ഒക്കെ പറഞ്ഞ പേര് വരുമ്പോൾ ശിവൻ എന്നൊക്കെ ഉള്ള പേര് കഥാപാത്രത്തിന് ഇടാൻ പറ്റത്തില്ലല്ലോ, മറ്റെന്ത് പേരിടും? ആകാശമെന്നും ഭൂമിയെന്നും ഒക്കെ പേരിട്ട് സിനിമ ചെയ്യാൻ പറ്റും? ഒന്നും നടക്കുന്ന കാര്യമല്ല. എല്ലാ സിനിമകൾക്കും ഏത് സിനിമ ഇറങ്ങിയാലും അതിനകത്ത് ഹിന്ദു ദൈവങ്ങളുടെ പേരുണ്ട്, ക്രിസ്ത്യൻ ദൈവങ്ങളുടെ പേരുണ്ട്, മുസ്ലിം ദൈവങ്ങളുടെ പേരുണ്ട്. അപ്പം അതെന്തായാലും ഒരു കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ നിന്നും കൈകടത്താനൊന്നും സെൻസറിംഗ് ബോർഡിന് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇവർ ഇതേ നിർമ്മാതാക്കൾക്ക് അടുത്ത സിനിമകൾ, ഇതിനു മുന്നിലുള്ള സിനിമകൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ കട്ട് ചെയ്തു എന്നുള്ളത് ചോദിക്കാമല്ലോ. പക്ഷെ ഇത് പേരിലല്ല പ്രശ്നം, ഇത് മറ്റെന്തോ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ സെൻസറിംഗ് ബോർഡിനുണ്ട്, അല്ലെങ്കിൽ അവർ അത്തരത്തിൽ ചെയ്യില്ല, ഇതിൻ്റെ പിന്നാമ്പുറത്ത് എന്തോ കഥകളുണ്ട്, അല്ലെങ്കിൽ അവർ അത്തരത്തിൽ ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും സിനിമ വരുമ്പോൾ മാത്രമേ നമുക്കറിയത്തുള്ളൂ ഇനി വരാനിരിക്കുന്ന എമ്പുരാൻ്റെ മറ്റൊരു കോലാഹലമാണോ എന്നുള്ളത്. എന്തായാലും സിനിമ വരട്ടെ. സുരേഷ് ഗോപി എന്തായാലും മൗനം ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ല, സിനിമയിൽ കുഴപ്പങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെൻസറിംഗ് ബോർഡിൻ്റെ ഈ തീരുമാനം വളരെ വികലപ്പെട്ട ഒരു തീരുമാനം തന്നെയാണ്. അതൊരു കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ കൈയടർത്തുന്ന തരത്തിലുള്ള, ആ കലാകാരനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള മലയാള സിനിമയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ്. അത് വെച്ച് പൊറിപ്പിക്കുന്നതും ശരിയല്ല. ഏതായാലും രണ്ട് തരത്തിലുള്ള വാക്പോരുകളായിരിക്കും വരുന്നത്. സിനിമ കാണാൻ എന്തായാലും ഇത് മൂലം ഇനി വേറൊരു കാര്യമുണ്ട്, പലരും ഇതിനകത്ത് കമൻറ്റുകൾ പറയുന്നത് സിനിമ ഹിറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള നിർമ്മാതാക്കളുടെയും സംവിധായകൻ്റെയൊക്കെ മറ്റൊരു ശ്രമമാണോ എന്നുള്ളത് കൂടി വരുന്നുണ്ട്. വേണമെങ്കിൽ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും കട്ടിങ് ആണോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ എന്ത് തന്നെയാലും അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. ഏതായാലും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ അതും ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ വൈറലായി ഇരിക്കുകയാണ്. സിനിമ ഇനിയിപ്പോൾ കാണാൻ ആൾക്കാർ കൂട്ടം കൂടും എന്ന് തന്നെയാണ്. സിനിമ ഇപ്പോഴേ വമ്പൻ ഹിറ്റ് എന്ന് തന്നെ പറയാം. കാരണം സാമ്പത്തികം കിട്ടും, കാരണം എല്ലാവരിലേക്ക് എത്തിയല്ലോ ഈ ഒരു കേസ്. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഹിറ്റാവും, കാരണം ആൾക്കാരൊക്കെ പോയി കാണും. എന്തായാലും സിനിമ ഞാനും കട്ട വെയിറ്റിങ്ങിലാണ്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ ഇനി സിനിമ പുറത്തിറങ്ങുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയാം.